നമുക്കൊരു ഡ്രൈവ് പോയാലോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൻവർ. ഒരു പ്രവാസിയാണ്. കഴിഞ്ഞ 20 വർഷമായി അബുദാബിയിൽ ജോലി ചെയ്തു വരുന്നു. എല്ലാവരെയും പോലെ തന്നെ ഞാനും ഒരു സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജോലിയായി തിരഞ്ഞെടുത്തത് UAEയിലെ മെയിൻ അട്രാക്ഷനായ ഡെസേർട്ട് സഫാരിയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ എൻ്റെ യാത്രകളിലെ അനുഭവങ്ങളും അറിവുകളും നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലെ അൽ റസീൻ മരുഭൂമിയിലേക്കാണ്. മനോഹരമായ മരുഭൂമി കാഴ്ചകളും വിവരണങ്ങളും. തുടർന്ന് ഒരു വ്യക്തി സെൽഫ് ഡ്രൈവിനായി മരുഭൂമിയിലേക്ക് പോകുമ്പോൾ കരുതേണ്ട സേഫ്റ്റി എക്യുപ്മെന്റും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് മരുഭൂമിയിലെ വളരെ കാലത്തെ പ്രവൃത്തി പരിചയമുള്ള ഇക്ബാൽ കണ്ണൂരാണ്. ഞങ്ങളുടെ സ്വന്തം ഇക്കുച്ച. സുഖല്ലേ? ലെറ്റ്സ് ഗോ. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അബുദാബിയെ കുറിച്ച് ഒരു ചെറിയ വിവരണം. അബുദാബി എന്നാൽ ഗസലിന്റെ പിതാവ് എന്നാണ്. പ്രദേശത്തെ ധാരാളം ഗസലുകളും ഷെയ്ഖ് ബൂത്ത് ബിൻ ദിയാബ് അൽ നഹിയാൻ ഉൾപ്പെട്ട ഒരു നാടോടി കഥയുമാണ് ഈ പേരിന് കാരണമായതെന്ന് കരുതുന്നു. 1793 അൽ ബുഫാല ഉപവിഭാഗം ഇവിടെ ശുദ്ധജലം കണ്ടെത്തിയതിനെ തുടർന്ന് പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്തുള്ള അബുദാബി ദ്വീപിലേക്ക് കുടിയേറി. ഈ വിഭാഗത്തിലെ ഒരു കുടുംബം നഹിയാൻ കുടുംബമായിരുന്നു. പരമ്പരാഗതമായി പവിഴങ്ങളുടെയും മുത്തുകളുടെയും വ്യാപാരമായിരുന്നു വരുമാന മാർഗം. മുത്തുകളുടെ വ്യാപാരം കുറഞ്ഞതോടെ 1930കളുടെ പകുതി മുതൽ അവസാനം വരെ ഈ പ്രദേശത്തെ എണ്ണ സാധ്യതകളിൽ താൽപര്യം വർദ്ധിച്ചു. 1936 ജനുവരി 5 ഇറാഖ് പെട്രോളിയം കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനിയുമായി സഹകരിച്ച് രാജ്യം വിപ്ലവകരമായ പുരോഗതിയിലേക്ക് പിച്ചവെച്ചു. 19ാം നൂറ്റാണ്ടിൽ ഗ്രേറ്റ് ബ്രിട്ടനും പേർഷ്യൻ ഗൾഫിലെ അറബ് രാജ്യങ്ങളിലെ ഷെയ്ഖുകളും തമ്മിലുള്ള ഉടമ്പടികളുടെ ഫലമായി ബ്രിട്ടൻ ഈ പ്രദേശത്തെ പ്രധാന സ്വാധീനമായി മാറി. ബ്രിട്ടീഷ് താൽപര്യത്തിന്റെ പ്രധാന ലക്ഷ്യം കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വ്യാപാര വഴി സംരക്ഷിക്കുക എന്നതായിരുന്നു. അതിനാൽ ഈ പ്രദേശത്തിന്റെ മുൻപത്തെ പേര് പൈറേറ്റ് കോസ്റ്റ് എന്നായിരുന്നു. കടൽ കൊള്ളയെ അടിച്ചമർത്തപ്പെട്ടതിനു ശേഷം മറ്റു അധികാരങ്ങളെ ഈ മേഖലയിൽ നിന്നും ഒഴിവാക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രപരമായ ആവശ്യം പോലുള്ള മറ്റു പരിഗണനകൾ നിലവിൽ വന്നു. പേർഷ്യൻ ഗൾഫിലെ എണ്ണ സാധ്യതകളോടുള്ള താൽപര്യം വർദ്ധിച്ചതോടെ 1947 ഇന്ത്യയിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ അബുദാബിയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്തി. പിന്നീട് ഷെയ്ഖ് സായിദ് അൽ നഹിയാന്റെ ചിറകിലേറി ദീർഘവീക്ഷണത്തിന്റെ പരിണിത ഫലമെന്നോണം രാജ്യം പുരോഗതിയുടെ അത്യുന്നതങ്ങളിലേക്ക് കുതിക്കുകയായിരുന്നു. ഒരു രാജ്യത്തെ എങ്ങനെ മികച്ചതാക്കാം എന്നതിൽ കവിഞ്ഞ മറ്റൊരു ചിന്തക്കും ഇടം നൽകാതെ വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായിരുന്ന 7 എമിറേറ്റ്സുകളെ സംയോജിപ്പിച്ച് ഇന്നത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് രൂപം നൽകി. പിന്നീട് അങ്ങോട്ട് ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യം വികസനത്തിന്റെ അത്യുന്നതങ്ങളിലേക്കുള്ള അസൂയാവഹമായ വളർച്ചയിലായിരുന്നു. ഈ രാജ്യത്തിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനും കൂടപ്പിറപ്പുകളുടെ ജീവിതം മെച്ചപ്പെടുത്താനും പൊന്നുവിളയിക്കുന്ന മണ്ണിലേക്ക് ജീവൻ പണയം വെച്ച് ദിവസങ്ങളോളം, ചിലപ്പോൾ അത് മാസങ്ങളോളവും എടുത്തേക്കാം, എത്തിയില്ലെന്നും വരാം. എത്ര നാളെന്നറിയാത്ത യാത്രകളിലൂടെ പ്രതീക്ഷകളുടെ മായാകൊട്ടാരങ്ങൾ സ്വപ്നം കണ്ടു. അങ്ങനെ നമ്മുടെ പൂർവികർ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് കടൽ കടന്ന് ഇവിടെ എത്തി. ഈ സഹിഷ്ണുതയുടെ മണ്ണ് അവരെ എല്ലാം നൽകി സ്വീകരിച്ചു. ആ പൂർവികരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പ്രവാസം നിലക്കാത്ത പ്രവാഹമെന്നോണം ഒരു തുടർക്കഥയായി ഇന്നും തുടരുന്നു. ബിറ്റ്വീൻ അബുദാബി ആൻഡ് അലൈൻ റോഡ് അറൌണ്ട് 60 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ 59 എക്സിറ്റ് കിട്ടും. 59 എക്സിറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ട്രക്ക് റോഡിൽ റൗണ്ട് അബൌട്ടിലെത്തും. ട്രക്ക് റൗണ്ട് അബൌട്ടിൽ നിന്നും സെക്കൻഡ് റൈറ്റ് എടുത്ത് അറൌണ്ട് 3.5 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അൽഗുഹ എക്സിറ്റ് കിട്ടും. അൽഗുഹ എക്സിറ്റ് 29 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്കൊരു എക്സിറ്റ് കാണാം. അതൊരു കച്ച് റോഡാണ്. ആ കച്ച് റോഡ് 10-15 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ തന്നെ രണ്ട് സൈഡിലും അതിമനോഹരമായ ഡ്യൂൺസ് വേണം. ഞങ്ങൾ നിൽക്കുന്ന പോയിന്റിലേക്ക് നിങ്ങൾക്ക് എത്താം. അങ്ങനെ നമ്മൾ അബുദാബി അൽ റസീൻ മരുഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം നമ്മൾ മരുഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മളെ പ്രഷർ എന്ന് വെച്ചാൽ എല്ലാ വണ്ടിയുടെയും 35 PSI ആവും. നമ്മളത് ഡെസേർട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കത് റെഡ്യൂസ് ചെയ്യണം.
നമുക്ക് 35 PS ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡെസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പ്രഷർ ഗേജ് ഉണ്ട്, അത് വെച്ചിട്ട് 15 ആക്കണം. അപ്പോൾ 15 PSI ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇക്കുച്ച പറയുന്നത് വെച്ചാൽ മറ്റേ ഡിപ്പെൻഡ് സാൻഡാണ്. അപ്പോൾ നമ്മൾ മഴ ഒക്കെ പെയ്ത ടൈമിലാണെങ്കിൽ ഒരു 20 PSI മതി, നല്ല ഹാർഡ് ഡ്യൂൺസ് ലൈക്ക് റോഡ് പോലെ ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് സാൻഡ്, അപ്പോൾ ഒരു 15 PSI വെക്കണം. അല്ലെങ്കിൽ അതിലും ബിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ടയർ ഔട്ടൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിപ്പെൻഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 15 14 ഒക്കെ ആക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മൾ ഡെസേർട്ടിൽ ചെയ്യേണ്ട കാര്യം. ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വൺ ഓഫ് ദി മിൽക്കി വേ ഫോട്ടോഷോപ്പിൻ്റെ ബെസ്റ്റ് സ്ഥലമാണ്. എന്ന് വെച്ചാൽ കൂടുതലും ഫോട്ടോഗ്രാഫേഴ്സാണ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്, മിൽക്കി വേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഓഫ് റോഡേഴ്സിന് ബെസ്റ്റ് സ്ഥലം എന്ന് പറയാം. എല്ലാവർക്കും നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ട്രാക്ക് ഉണ്ട്, നല്ല ഡ്യൂൺസ് ഉണ്ട്, സൂപ്പർ. എന്നാൽ നമുക്കൊരു ഡ്രൈവ് പോയാലോ? ഇക്കുച്ച നമ്മളതിന് ഇക്കുച്ചാടെ ഗംഭീര ഡ്രൈവിന് ശേഷം ഇവിടെ ഞങ്ങളൊരു പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് വണ്ടി ആയിട്ടാണ്, ഏത് 4x4 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിന് നിങ്ങൾ മേക്ക് ഷുവർ ആക്കണം നിങ്ങൾക്ക് ഓഫ് റോഡ് ഇൻഷുറൻസ് ഉണ്ടോ എന്ന്. പക്ഷേ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഓഫ് റോഡ് ഇൻഷുറൻസ് കവേർഡാണ്. പക്ഷേ ഡെസേർട്ടിൽ ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയോട് പ്രത്യേകം പറയണം നമുക്ക് ഡെസേർട്ട് ഡ്രൈവിനുള്ള ഇൻഷുറൻസ് വേണമെന്ന്. അപ്പോൾ ഡെസേർട്ടിലുള്ള ഇൻഷുറൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം. അത് നിർബന്ധമാണ്. നമ്മൾ ഡെസേർട്ടിൽ വന്ന് വല്ല ആക്സിഡൻറ്റോ വല്ല മറിയലോ പിടിക്കലോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് മരുഭൂമിയിലേക്കാണ് പോകുന്നതെങ്കിൽ ആ മരുഭൂമിയെക്കുറിച്ചൊരു ധാരണ, ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കും. എങ്ങനെ ഡെസേർട്ടിലേക്ക് വരണം, എങ്ങനെ നമ്മൾ പുറത്ത് കിടക്കണം എന്ന് വെച്ചൊരു നമ്മളറിയാത്ത ഏരിയ ആകുമ്പോൾ നമ്മളതിന് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ വെച്ചാൽ ഓഫ് റോഡ് GPS ഉണ്ട്, മറ്റേ നല്ലൊരു GPS ഉപയോഗിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട കുറച്ച് എക്യുപ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഒരു നല്ലൊരു കംപ്രസർ ഉണ്ടായിരിക്കണം. ഈ കംപ്രസർ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഹൈ പ്രൈസ് ഉണ്ട്, ലോ പ്രൈസ് ഉണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ഒരു ജാക്ക് വേണം. ഈ ജാക്ക് നമ്മളെ വണ്ടിയുടെ കൂടെ ഉള്ള ഒരു ജാക്ക് ഉണ്ട്, അത് നമുക്കിവിടെ ഉപയോഗിക്കാം. പക്ഷേ ഒന്നുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ഒരു ഹൈഡ്രോളിക് ജാക്ക് മേടിക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ ടയർ ഔട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് റിക്കവർ ചെയ്ത് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു മരത്തിൻ്റെ ഒരു പീസ് വേണം. ഇത് എൻ്റെ കയ്യിലുള്ളത് ചെറിയൊരു പീസാണ്. ഇത് നമുക്കൊരു കുറച്ചും വലിയ പീസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു നല്ലൊരു സ്ട്രോങ് ഉള്ളൊരു ഷേവൽ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു റോപ്പ്, വലിയ ഒരു റോപ്പ് ഉണ്ടായിരിക്കണം. അത് 5 മീറ്റർ 6 മീറ്റർ എല്ലാം അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡി ഷോക്ക് 2 ക്ലാമ്പും നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം, നിർബന്ധമാണ്. വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. നമ്മൾ ഡെസേർട്ടിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നിൽക്കണമെങ്കിൽ വെള്ളം ഇവിടെ അവൈലബിൾ അല്ല, വെള്ളം നിർബന്ധമായി കഴിക്കണം.
പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ കുറച്ച് പിന്നെ നമ്മളെ വാൾവ് പറയും മറ്റേ ടയറിൽ ഉപയോഗിക്കുന്നത്. ഇതെന്ത് സംഭവിച്ചാൽ ഇത് നമ്മൾ ഈ എക്സ്പീരിയൻസ് കുറവുള്ള ആൾക്കാർ നമ്മളിങ്ങനെ പ്രഷറൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ പ്രഷറിൽ തെറിച്ച് പോകും. അപ്പോൾ തെറിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് ഇടാനുള്ള പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് കരുതുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ അടിപൊളി സൺസെറ്റ്, സൂപ്പർ സൺസെറ്റാണെന്നുള്ളത്. ഇപ്പോൾ ഡെസേർട്ടിൽ ഡ്രൈവ് ചെയ്യാൻ വരുന്ന ആരായാലും സൺസെറ്റ് കണ്ടിട്ട് പോവുക എന്ന് വെച്ചാൽ അതൊരു അടിപൊളി കാഴ്ചയായിരിക്കും. ഇന്നത്തെ ഞങ്ങളെ ഈ ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ ആയിട്ടുള്ള വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ഞങ്ങളുടെ വീഡിയോ നിങ്ങളെങ്ങനെ ഡെസേർട്ടിൽ വന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാം, ടയർ ഔട്ട് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.